പടച്ചോനുള്ള സുജൂദ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതമാണ്. സുജൂദിലെ ആനന്ദം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ ആനന്ദം തിരിച്ചറിഞ്ഞാൽ പിന്നെ സുജൂദിൽ നിന്ന് തലപൊക്കാൻ തന്നെ നമ്മൾക്ക് പ്രയാസമായിരിക്കും. സുജൂദ് വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ സുജൂദിൽ കിടന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളുടെ മനസ്സിലെ എത്ര വലിയ ടെൻഷനും അല്ലാഹു മാറ്റിത്തരും, എത്ര വലിയ ആഗ്രഹവും അല്ലാഹു നടത്തിത്തരും. മക്കൾ നന്നാകണം എന്നുള്ള കൊതി നിങ്ങൾക്കുണ്ടോ? സുജൂദിൽ ഈ കാര്യം പറഞ്ഞോ, അല്ലാഹു റബ്ബുൽ ആലമീൻ അത് എളുപ്പമാക്കി തരും. ഏതാണ്, എങ്ങനെയാണ് പറയേണ്ടത്, നമുക്കൊന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ സുജൂദിൽ വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള സംഗതിയാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. ആരെ പ്രണയിക്കുന്നവർക്ക്? അള്ളാനെ പ്രണയിക്കുന്നവർക്ക്. നമ്മൾ പണ്ട് പാടില്ലായിരുന്നോ, അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ഇങ്ങനെയൊക്കെ അല്ലാഹനെ പ്രണയിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ സുജൂദിൽ നിന്ന് തലപൊക്കാൻ തോന്നൂല. നമുക്ക് ഒരു പ്രണയിനി ഉണ്ട് എന്ന് കരുതുക. നമ്മൾ പ്രേമിക്കുന്ന ഒരാളുണ്ട്, നമ്മൾ മനസ്സറിഞ്ഞ് പ്രണയിക്കാൻ. ആ പ്രണയിനിയെ കണ്ടുമുട്ടുന്നൊരു നിമിഷം, അതത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരിക്കും അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും. നമ്മൾ ഏറ്റവും നല്ല പെർഫ്യൂം യൂസ് ചെയ്യും, ഏറ്റവും നല്ല വസ്ത്രം യൂസ് ചെയ്യും. എന്നാൽ അള്ളാനെ പ്രണയിക്കുന്നുണ്ടോ നമ്മൾ? ഏറ്റവും മുഷിഞ്ഞ വസ്ത്രവുമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഏറ്റവും മുഷിഞ്ഞ വസ്ത്രമായിട്ടായിരിക്കും പലപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഒരു പെർഫ്യൂമും നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ? അള്ളാൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ട എന്നെ പടച്ച എൻ്റെ നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ മുനാജാത്തിന് നിൽക്കാൻ, അവനോട് സംസാരിക്കാൻ നിൽക്കാൻ. ആ നിൽക്കുന്ന നൃത്തം എത്രമേൽ ആനന്ദം നമ്മുടെ കൽബിലുണ്ടാക്കണം. മാത്രമല്ല, ആ മുനാജാത്ത് തുടങ്ങി നമുക്കും അള്ളാൻ്റെയും ഇടയിലൊരു മറ നീങ്ങുന്ന നിമിഷമുണ്ട്. അതാണ് സുജൂദ് എന്ന് പറയണത്. ആ സുജൂദിലേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ട എൻ്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ്റെ മുമ്പിൽ ഞാനിതാ സുജൂദ് ചെയ്യാൻ, എനിക്കും എൻ്റെ നാഥൻ്റെയും ഇടയിലുള്ള മറയങ്ങ് നീങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്. ആ സുജൂദിലേക്ക് കിടക്കുമ്പോൾ പ്രണയിക്കുന്നവൻ്റെ മനസ്സങ്ങ് തകർന്നു പോകുന്നൊരു നിമിഷമുണ്ട്. സന്തോഷം കൊണ്ട് നിറയുന്നൊരു നിമിഷമുണ്ട്. എല്ലാ കോട്ടകളും പൊളിഞ്ഞു വീഴുന്നൊരു നിമിഷമുണ്ട്. ആ ആനന്ദം അനുഭവിക്കാതെ എന്തിനാണ് ഉമ്മത്തെ നമ്മൾ ജീവിച്ചിട്ട്? ആ നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. പക്ഷെ നമ്മൾ ചോദിക്കാറില്ലല്ലോ മനുഷ്യരെ. സുജൂദിൽ നമ്മൾ എന്താ ചോദിക്കാറ്? എൻ്റെ റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അടുത്ത് നിൽക്കുന്ന നിമിഷത്തിൽ എന്തും എൻ്റെ റബ്ബ് എനിക്ക് തരും. എന്തും തരും. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ഭർത്താവുമായിട്ട് പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരു നിമിഷത്തിൽ ഭർത്താവിനോട് ചോദിക്കണം നമ്മൾ, ഇക്കാക്ക എനിക്ക് അത് മേടിച്ചു തരും. എൻ്റെ പൊന്നുമോളെ, നീ എന്തും ചോദിച്ചോടി, ഞാൻ നിനക്ക് തരാം. സംഗതി ഒന്നും തന്നില്ലെങ്കിൽ പോലും അങ്ങനെ ആ സമയത്ത് പറയും. ആ സമയത്ത് ഞാൻ തരൂലടി എന്ന് ഒരു ഭർത്താവും പറയൂല. എന്നാൽ അള്ളാഹ് പറഞ്ഞാൽ അവൻ തരും. ഉദുഊനി അസ്തജിബ് ലക്കും. കെട്ടിയവനെ പോലെ അല്ലല്ലോ പടച്ചോൻ, അല്ലേ? അവൻ റബ്ബാണ്. ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം പറഞ്ഞാട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഖറബു മാ യഖൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരു അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നിമിഷം എപ്പോഴാണെന്നറിയോ? സുജൂദിലാണ്. അതുകൊണ്ട് ദുആ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ അധികരിപ്പിക്കണമെന്നാണ്.
നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ എന്നൊന്നുമല്ല, നിങ്ങൾ അധികരിപ്പിക്കണം, നിങ്ങൾ കുറേ അങ്ങ് ചോദിക്കണം എന്നാണ്. നമ്മൾ ആകെ പറയണത് എന്താ? സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, തീർന്ന് 3 തവണ അത് പറഞ്ഞ് നമ്മൾ ചാടിയും എണീക്കും. എടോ എന്തും ചോദിക്കാം, നിനക്ക് മക്കളെ ചോദിക്കാം, കടം വീടാൻ പറയാം, എന്തും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്ത് വേണോ നിനക്ക് അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന നിമിഷമാണ്. പക്ഷെ നമ്മളൊന്നും പറയൂല. നമ്മുടെ സുജൂദ് സുബ്ഹാന റബ്ബിയൽ അഅലയിൽ ഒതുങ്ങിപ്പോകരുത്. അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഇമാമിന് മാത്രമാണ്. ഇമാമത്ത് നിൽക്കുന്ന ഒരാൾക്ക് 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, അതിൽ കൂടുതൽ പറ്റൂല. കാരണം എന്താ? ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളെ പരിഗണിക്കണം. അതിൽ ചിലപ്പോൾ വയ്യാത്ത ആളുകളുണ്ടാവും, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ 3ലേറെ സുബ്ഹാന റബ്ബിയൽ അഅല തന്നെ പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ അയാൾക്ക് 3 പറ്റുള്ളൂ. അല്ല, എല്ലാവരും സമ്മതിക്കുന്നൊരു ഇമാമാണ്. ഇമാമിനോട് പറയും, നിങ്ങൾ കൂടുതൽ സമയം സുജൂദിൽ കിടന്നു എന്ന് പറഞ്ഞാൽ 11 തവണ സുബ്ഹാന റബ്ബിയൽ അഅല വരെ പറയാം. ഇനി അത് മാത്രമല്ല, നമുക്ക് എന്തും ചോദിക്കാം. പല ആളുകളുടെയും ഒരു ധാരണ ഉണ്ട്, സുന്നത്ത് നിസ്കാരത്തിൽ മാത്രമാണ് സുജൂദിൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ, ഫർള് നിസ്കാരത്തിൽ പറ്റൂല എന്നാണ്. ഇവിടെ ഫർളിലും പറ്റും, സുന്നത്തിലും പറ്റും. പരിധിയില്ലാതെ നീണ്ടുപോകുന്നത് സുന്നത്താണെങ്കിൽ ഫർളിന് ചില പരിമിതികളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഫർളിലും സുന്നത്തിലും സുജൂദിൽ നിങ്ങൾക്ക് അള്ളാഹിനോട് എന്തും ചോദിക്കാം. സ്വഹാബത്ത് ചോദിച്ചിരുന്നു എന്നാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണത് കാണാം, ഇന്നി ലഅദഉ ലിസബഈന മിൻ ഇഖ്വാനി ഫീ സുജൂദി സമ്മിഹിം ബിഅസ്മാഇഹിം. ഞാൻ സുജൂദിൽ കിടന്നിട്ട് എൻ്റെ 70 സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. വെറുതെ ദ്വാരക്കുന്നല്ല, അവരുടെ പേര് പറഞ്ഞ്, ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് ദ്വാരക്കുന്നു. എന്നാലോചിച്ച് നോക്കി, ഓരോ സ്വഹാബത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് അങ്ങനെ 70 സ്വഹാബത്തിൻ്റെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ദ്വാരക്കുന്ന് മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുന അബൂദർദാ റളിയല്ലാഹു അൻഹു. ഇനി മദ്ഹബിൻ്റെ ഇമാമായ 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള ഇമാമുസ്സുന്ന ആരാണത്? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, മാ സ്വല്ലൈതു സ്വലാത്തൻ മുൻദു 40 സന ഇല്ലാ വഅന അദ്ഉ ലിശാഫിഈ റളിയല്ലാഹു അൻഹു. 40 കൊല്ലം തുടർച്ചയായിട്ട് എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ഉസ്താദായ ഷാഫി ഇമാമിന് വേണ്ടി ഞാൻ ദ്വാരക്കാതിരുന്നിട്ടില്ല. സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അതായത് നമ്മുടെ മുമ്പിലില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഹബീബായ തങ്ങൾ പറയുന്നില്ലേ, ഒരു സഹോദരൻ്റെ അഭാവത്തിൽ അവൻ അറിയാതെ നിങ്ങൾ ദ്വാരുന്നാൽ ആ ദ്വാക്ക് ഉത്തരമുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സഹോദരന് വേണ്ടി ചോദിക്കുന്നത് അത് നിങ്ങൾക്കും കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്നൊരു ശരീരം വേദന വന്നു, ളുഹറിൻ്റെ സമയമായി, അല്ലെങ്കിൽ ളുഹയുടെ സമയമായി, സുന്നത്താകട്ടെ ഫർളാകട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? നേരെ നിസ്കരിച്ചു. നിസ്കാരത്തിൽ സുജൂദിലേക്ക് എത്തുന്ന സമയത്ത് സുജൂദിൽ ചൊല്ലേണ്ട സുന്നത്തായ ദിക്റൊക്കെ ചൊല്ലിയിട്ട് രോഗം മാറ്റണേ, അള്ളാഹിനോട് ദ്വാരക്കാം. അല്ലാഹുമ്മ ശ്ഫി മറളീ, പടച്ചോൻ എൻ്റെ രോഗം മാറ്റണേ. ആ കൂട്ടത്തിൽ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് ദ്വാരനേക്ക്, അല്ലാഹുമ്മ ശ്ഫി അംറാദൽ മുസ്ലിമീൻ, ലോക മുസ്ലിംകളുടെ രോഗങ്ങൾക്ക് ശമനം തരണേ. അങ്ങനെ ദ്വാരക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമുക്ക് വേണ്ടി ദ്വാരക്കുന്നതിലേറെ പെട്ടെന്ന് ദ്വാ സ്വീകരിക്കാൻ കാരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ. അപ്പോൾ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ രോഗം അങ്ങ് മാറ്റിത്തരും. മനസ്സിലായോ? പലപ്പോഴും എനിക്കങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്കാര സമയത്ത് സുജൂദിൽ അങ്ങനെ ദ്വാരുന്നു. ആ ദ്വാ കഴിഞ്ഞ് ഒന്നൊന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് ആ രോഗത്തിൽ നിന്ന് പലപ്പോഴും മുക്തി ലഭിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ റബ്ബുമായി കൂടുതൽ ഞാൻ അടുത്തു നിൽക്കുന്ന സമയം, മറനീങ്ങുന്ന സമയം, എൻ്റെ റബ്ബിനെ ഞാൻ നേരിട്ട് കാണേണ്ട സമയം, ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബ് തരും. അൽഹംദുലില്ലാഹ്. എന്ത് നിങ്ങൾക്ക് ചോദിക്കാം. റബ്ബിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. കടം വീടണം, വീട് വേണം, മക്കളെ കെട്ടിക്കണം, സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് രക്ഷ വേണം, മാരക രോഗത്തിൽ നിന്ന് കാവൽ വേണം, ഭർത്താവിന് നല്ല ജോലി കിട്ടണം, പ്രവാസിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫിലെത്തിയതാണ്, നല്ല ജോലിയായിട്ടില്ല, ജോലി കിട്ടണം, ലൈസൻസ് പാസ്സാകണം, ഇൻ്റർവ്യൂവിന് പാസ്സാകണം. സുജൂദിൽ കിടന്നിട്ട് മനസ്സിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലാഹുമ്മ ഖ്ലി ഹാജതി, പടച്ചോനെ എൻ്റെ ആവശ്യം നീ നിറവേറ്റിത്തരണേ അല്ലാ. പിന്നെന്ത് നമുക്ക് ദ്വാരക്കാം? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ദ്വാരക്കാം. മക്കൾ നന്നാകണം എന്നുള്ള ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കത് ദ്വാരക്കാം. അല്ലാഹുമ്മ അസ്ലിഹ് ഹാല ഔലാദി, എൻ്റെ കുട്ടികളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ, എൻ്റെ കുട്ടികളെ നേർവഴിയിലാക്കണേ അല്ലാ. ദ്വാരക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം, പദം ഇതുപോലെ പറഞ്ഞു ദ്വാരക്കുമ്പോൾ അറബി തന്നെയാകൽ നിർബന്ധമാണ്. അറബി അല്ലാത്തൊരു ഭാഷ നിസ്കാരത്തിൽ പറ്റൂല. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരത്തിലും മലയാളത്തിലും സുജൂദിൽ കിടന്ന് ദ്വാരക്കാന്ന്. നിസ്കാരം ബാത്തിലാണ്. അറബി അല്ലാത്തൊരു ലാംഗ്വേജ്
നിസ്കാരത്തിൽ പറ്റൂല. നിസ്കാരത്തിൻ്റെ ഭാഷ അറബിയാണ്. മനസ്സിലായോ? അപ്പോൾ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ അറബിയിൽ ചോദിക്കണം. അറബി അല്ലാത്തൊരു വിഷയം വന്ന് അവിടെ ബാത്തിലായിപ്പോയി. അപ്പോൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഉസ്താദേ, ഞങ്ങൾക്ക് അറബി അങ്ങനെ പറയാൻ അറിയില്ലല്ലോ എന്നാണ്. അല്ലാഹ് കാരുണ്യവാനല്ലേ? ഇല്ലേ? അല്ലാഹ് കാരുണ്യവാനല്ലേ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും ആ സുജൂദിൽ കിടന്നിട്ട് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും കൽബിലുള്ളത് അറിയുന്നവനാണ് ആര്? അല്ലാഹ്. അപ്പോൾ സുജൂദിൽ കിടന്നിട്ട് മക്കൾ നന്നാക്കണോ? കൽബിൽ കൊണ്ടുവന്നോ? പൊട്ടിക്കരഞ്ഞോ? അത് ഫർലാകട്ടെ സുന്നത്താകട്ടെ, നിങ്ങൾ അള്ളാൻ്റെ മുമ്പിലല്ലേ? നിങ്ങൾ മനസ്സിലത് കൊണ്ടുവന്നിട്ട് അള്ളാഹിനോട് മനസ്സുകൊണ്ടങ്ങ് പറഞ്ഞോ. വായിൽ അക്ഷരങ്ങളായിട്ട് വരാതിരുന്നാൽ മതി. മലയാളത്തിൽ മനസ്സിൽ കൊണ്ടുവന്നോ. കടം വീടണം, വീട് വേണം, സങ്കടം മാറണം, എന്ത് ടെൻഷൻ ഉണ്ടോ അതൊക്കെ നീങ്ങിപ്പോണം, സ്വസ്ഥത കിട്ടണം, സമാധാനം കിട്ടണം, മക്കളെ കിട്ടണം, സുഖപ്രസവം കിട്ടണം, എന്തോ ആയിക്കോട്ടെ. സുഖപ്രസവം എന്ന് പറഞ്ഞപ്പോഴാണ് ഗർഭിണികളുണ്ട്, നിസ്കരിക്കാത്തവരാകരുതേ, ഒരൊറ്റ വക്കത്ത് കളാക്കരുത്. അതൊക്കെ കുഞ്ഞിനെ നിങ്ങളൊക്കെ ബാധിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാം ചോദിക്കാം റബ്ബുൽ ആലമീനായ തമ്പുരാനോട്. അത് ഫർള് സുന്നത്ത് എന്നുള്ള വേർതിരിവൊന്നുമില്ല. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് ആ സുജൂദിൽ ഫഅക്സിറു ദുആ നിങ്ങൾ അധികരിപ്പിച്ചോ, ധാരാളം ചോദിച്ചോ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മുതൽ സബാഹുൽ ഖൈർ കുടുംബത്തിൽ എല്ലാവരും ഇത് പ്രാക്ടിക്കലൈസ് ചെയ്യൂലേ, ജീവിതത്തിൽ കൊണ്ടുവരൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ പോരാ, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാരണം ഒരാളെങ്കിലും ഇത് പതിവാക്കിയാൽ ആ ചോദിക്കുന്നതിൻ്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പഴയ റസാ വ്ളോഗ്സ് അല്ല കേട്ടോ ഇത്. ഇപ്പോഴും കുറേ ഉമ്മമാർക്കത് മനസ്സിലായിട്ടില്ല. ഇത് പുതിയ റസാ വ്ളോഗ്സാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. കാരണം നമ്മളിടുന്ന വീഡിയോസൊക്കെ കാണാം, ജീവിതത്തിൽ അന്വർത്ഥമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ മാസമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആണ്ടൊക്കെ വിപുലമായി നടത്തണം. അവിടുത്തെ പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു സമ്മാനമൊക്കെ നൽകണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ റിഫായി ശൈഖുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്നും അത് തന്നെയാണ്. മഹാനായ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഏത് മദ്ഹബാണ് സ്വീകരിച്ചിരുന്നത്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الراحماയ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. യാ റബ്ബന, നിന്നെ കാണാനുള്ള കണ്ണ് നൽകണേ അല്ലാ. പടച്ചോനെ, നിന്നെ കാണുന്ന കൽബ് തരണയല്ല. നിന്നെ പ്രണയിക്കാൻ തൗഫീക്ക് നൽകണയല്ല. നിന്റെ സ്നേഹം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണയല്ല. പാപങ്ങളേറെ ചെയ്തു പോയി പുറത്തു നൽകണയല്ല. ഈ പറഞ്ഞതുപോലെ ഒരു തവണയെങ്കിലും സുജൂദൊന്ന് ആസ്വദിക്കാൻ അനുഭവിക്കാൻ തൗഫീക്ക് നൽകണയല്ല. നിസ്കാരം നിലനിർത്തുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരം മുഴുവനെയും നീ ഉൾപ്പെടുത്തണയല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, ശിഫ നൽകണയല്ല. കൽബിൻ്റെ രോഗങ്ങൾക്ക് ശമനം തരണയല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ഞങ്ങളുടെ മക്കളുടെ ഇണകളുടെ മാതാപിതാക്കളുടെ കുടുംബക്കാരുടെ രോഗങ്ങളൊക്കെ മാറ്റണയല്ല. യാ റബ്ബന, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, സൗഖ്യം നൽകണയല്ല. ഈ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിരുന്ന് ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് മലക്കുകളുടെ കാവൽ നീ നൽകണയല്ല. പൈശാചികതകളിൽ നിന്ന് മുക്തി നൽകണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സഹോദരങ്ങൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. ഖബറിടം പ്രകാശപൂരിതമാക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.